it's a good movie. It's a thriller, and there's a fun element also. It's camping, group of friends, watch with your friends, and there's a thriller also. It's engaging till the last. It's a nice movie. It's രണ്ടുപേരും ചേർന്നിട്ടുണ്ട് ഇലക്ഷൻ ചെയ്തിട്ടുണ്ട്, ഷാനും ഷാഫി. കൂടാതെ DOP ഒന്നും പറയാനില്ല. DOP ബോളിവുഡിലൊക്കെ ഇവന്റൊക്കെ ചെയ്ത് വീഡിയോ എടുത്തിരുന്ന ആളാണ്. ആദ്യത്തെ പടമാണ്. പുള്ളിയുടെ വിഷ്വലി അതിഗംഭീരമാണ്. കൂടാതെ അഭിനയം പറയുമ്പോഴേ നമ്മളെ ബിബിൻ ജോർജൊക്കെ തകർത്താടാണ്, വൈകല്യം പറഞ്ഞിട്ടാണ് തകർത്താടാണ്, പൊളിച്ചടിക്കും. ഇതിലൊരു തമിഴ് ക്യാരക്ടർ, ഒരു നല്ലൊരു ക്യാരക്ടർ കൂടെ എന്ന് പറഞ്ഞ സിനിമയിൽ ഷാഫിക്കാക്കും ഷാനുക്കാക്കും എത്ര പറഞ്ഞാലും നന്ദി എനിക്ക് മതിയാവില്ല. അതുപോലെ തന്നെ നമ്മളെ ക്യാമറ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടവർക്ക് എല്ലാവരും അത്ര ടോപ്പ് ക്ലാസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്ത പപ്പ, ഷജീർ പപ്പ. പിന്നെ പ്രൊഡ്യൂസർ, പാട്ടുകളെല്ലാം അടിപൊളി പാട്ടാണ്. മസ്റ്റ് എല്ലാവരും തിയേറ്റർ വിസിറ്റ് ചെയ്യണം. എന്നാലും അതിൻ്റെ ക്ലൈമാക്സ്, ത്രില്ലറും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റുള്ളൂ. അതുപോലെ അതിൻ്റെ BGMs ആണെങ്കിലും സ്കോറുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആർട്ട് കുറേ കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിബിൻ ചാൻ്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ബിബിൻ ചാൻ്റെ ആ എഫേർട്ട് അതിനകത്ത് കാണാനുണ്ട്. സ്റ്റണ്ട് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ നല്ല എഫേർട്ട്. ഓരോ ചെറിയ മൈന്യൂട്ട് എക്സ്പ്രഷൻസിലും ആ ഒരു എഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കൊള്ളായിരുന്നു ഓവറോള്. രക്ഷയില്ല, ക്ലൈമാക്സ് ഒക്കെ അടിപൊളി. അത് ഇപ്പോൾ തന്നെ പറഞ്ഞ റിവീൽ ചെയ്യുന്നത് ശരിയല്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള രണ്ടുപേര്, ഒന്ന് ക്യാമറാമാൻ ഷജീർ പപ്പ, അടിപൊളി വിഷ്വൽസ് ആണ്, അടിപൊളി സൂപ്പർ. പിന്നെ റിയയുടെ സീൻസ്, ആക്ഷൻസ് ഒക്കെ അടിപൊളിയാണ്. അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സസ്പെൻസ് പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ, ഒരു വെറൈറ്റി സ്റ്റോറി ആയിട്ടുള്ളൊരു മൂവിയാണ്. എല്ലാവരും കാണാം. ബിബിൻ ജോർജ് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്നത് പറയും പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ബിബിൻ ജോർജ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ബിബിൻ്റെ നമ്മൾ അങ്ങനെ ഒരു ഈ സിനിമ ഇങ്ങനൊരു റോൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പോലുമില്ല. അത്രയും ഗംഭീര. പക്ഷെ ഞാൻ അതിൻ്റെ ഒന്നും പറയത്തില്ല, പറഞ്ഞാൽ സ്പോയിലറാണ്. പിന്നെ എല്ലാം മൊത്തത്തിൽ പാട്ടുകളാണെങ്കിൽ നല്ല ഓളം ഉണ്ടാക്കുന്ന പാട്ടുകൾ, സിനിമയുടെ ആ ഒരു സ്വഭാവമായിട്ട് ഇണങ്ങുന്ന പാട്ടുകൾ, പിന്നെ അവിടുത്തെ ലൊക്കേഷൻ എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ. എനിക്ക് ഇഷ്ടമായി എന്നുള്ളതാണ്. എല്ലാവർക്കും പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ തീർച്ചയായിട്ടും ബിൻചേട്ടൻ ഞാൻ ഇവർ വേണം ഇവൻറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു തലശ്ശേരിയിൽ. അവർ പറഞ്ഞതെന്താണോ അത് തന്നെയാണ് നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. എന്താ ഇഷ്ടപ്പെട്ട കൂടുതലും? പാട്ടുകളാണോ ആക്ടിംഗ് ആണോ? ഏതാ കൂടുതലും? ക്യാമ്പിങ്ങിന്റെ സാഹചര്യത്തിൽ പടം ആദ്യമായിട്ടാണ് തോന്നുന്നത്. വളരെ നന്നായിട്ടുണ്ട്. എൻജോയ് ചെയ്യാൻ പറ്റും. ഇവരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടിപൊളി സോങ്സ്, അടിപൊളി, സൂപ്പറായിരുന്നു. വൈബ് പടം. അതായത് അട്ടപ്പാടിയുടെ മനോഹാരിതയും നല്ല അടിപൊളി പാട്ട്, സൂപ്പർ. ഈ അടുത്തിറങ്ങിയ സിനിമകളിലൊരു നല്ല സിനിമ. ഒരു സൗഹൃദ ബന്ധങ്ങളുടെ സസ്പെൻസ് വരുന്ന വ്യത്യസ്തമായ സിനിമ കൂടെ പടം ഗംഭീരം. ഇത് കയറും, എനിക്കെല്ലാം ആഗ്രഹം ഞാൻ കയറണം. ഗംഭീരമായിട്ട് ഒപ്പം എല്ലാവർക്കും വിമിൻ സൂപ്പർ. ഇന്ത്യയൊക്കെ ഗംഭീര പെർഫോമൻസ്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരെ കണ്ടിട്ട്? നല്ല ഫസ്റ്റ് ഡേ എല്ലാവരും നല്ലതാണല്ലോ പറയുക, അതെല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കുള്ളത് എങ്ങനെയാണെന്നുള്ളത് പതുക്കെ അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ പേഴ്സണലി ഹാപ്പിയാണ്. ഇവരെല്ലാവരും പറയുന്നുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്, പടവും നല്ല രസമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്ത്? കൂടുതൽ എന്ന് പറയുമ്പോൾ ആ സബ്ജക്റ്റിൻ്റെ ഇപ്പം സ്ട്രേഞ്ചേഴ്സ് ക്യാമറൊക്കെ ഇപ്പം ട്രെൻഡിങ് അത് തന്നെയായിരുന്നു അതിൻ്റെ ഒരു പുതുമ. നമ്മൾ ഒരു ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരു യാത്ര പോകുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ് തിയേറ്ററിൽ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് പാട്ടുകളിലൂടെയുള്ള പോകുന്നത്. അതെ അതെ അതെ. അതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്, വേറെ ഒന്നിനുമല്ല, മഴ മാറ്റി തന്നു. കാരണം ഞങ്ങൾ 2 മാസമായിട്ട് കൂടുതലിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ഓടി കിടന്നിട്ട് അവസാനം ലാസ്റ്റ് ഡേ മഴയായിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരം പോലെ ഞാൻ ഓഫായിരുന്നു, വിഷമമായിരുന്നു എനിക്ക്. പക്ഷെ ഇന്നതേ തെളിഞ്ഞ ആകാശം, ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ ദൈവം കൂടെ ഉണ്ടാ. വലിയ ചിത്രങ്ങൾ വഴിമാറണം, വലിയ ചിത്രങ്ങൾ സത്യം, അതും വലിയ കാര്യമായി. അപ്പൊ ഇപ്പൊ
ഇപ്പൊ നിങ്ങൾ പോലും ഇപ്പൊ വേറെ ഒരു പടം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടായേനെ. നീ പോകില്ല. പക്ഷേ ദൈവം അനുഗ്രഹിച്ചിട്ട് നന്നായി വന്നിട്ടുണ്ട് തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ അവരവരുടെ പടത്തിനെ പറ്റി പറയുന്നതിൽ വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം പറയാത്തത്. ബാക്കി എല്ലാവരോടും നിങ്ങൾ എടുത്തോ, എന്നെ വിട്ടേക്ക്. സത്യം പറഞ്ഞെങ്കിൽ ഈ സിനിമ വളരെ ചെറിയ സിനിമയാണെങ്കിൽ ചെറിയ സിനിമ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അത്രയും പ്രൊമോഷൻസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഒരു കണ്ടന്റ് വൈസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് വൈസ് ആണെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾ എവിടേക്കോ ചെയ്ത് തീർത്തൊരു സിനിമയാണത്. അപ്പോൾ ലോജിക്കലി ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണ്. നല്ല കണ്ടന്റാണ്. നിങ്ങൾ എന്തായാലും സിനിമ കാണണം. ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണം. ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നിങ്ങൾ ആദ്യം ഫ്രണ്ട്സിനെയും ഫാമിലിയിലൊക്കെ കൊണ്ടുപോയി എല്ലാവരും തിയേറ്ററിലേക്ക് ആള് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. എനിവേസ് ഐ എക്സൈറ്റഡ്. നിങ്ങൾ എല്ലാവരും സിനിമ കാണാം. ഞങ്ങൾ കണ്ടിരുന്നു, നന്നായിട്ടുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് പ്രേക്ഷകർക്കൊപ്പം സിനിമ? പ്രേക്ഷകർക്കൊപ്പം കാണുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. കാര്യം അവരുടെ റെസ്പോൺസ് ഇങ്ങനെ ലൈവായിട്ട് കേൾക്കാനും കാണാനും പറ്റില്ല. കൈക്കടിക്കുമ്പോൾ അപ്പം എല്ലാവരും പടം കാണും. നല്ല രസമുണ്ട്. വിചാരിച്ച പോലെയല്ല. ആദ്യം ഒരു 10-20 മിനിറ്റ് ഒരു ലാഗ് ഫീൽ ചെയ്തെങ്കിലും പിന്നീട് എന്താ പറയുക, നല്ലൊരു സസ്പെൻസിലായിട്ടൊക്കെ പോയായിരുന്നു. ഞാൻ വിചാരിച്ചു മൊത്തത്തിലൊരു ലാഗായിരിക്കും, ഒരു സ്റ്റോറി പറഞ്ഞോണോ ഇതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല രസമുണ്ട്. ഒരു ത്രില്ലറായിട്ട് നല്ല രസമുണ്ട്. ഇഷ്ടമുള്ളൊരു സിനിമ. ഇതുവരെ മലയാളത്തിൽ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിരിക്കുക. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്യാമ്പിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടി നല്ല ഷോട്ടിൻ്റെ സമയത്ത്. സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ ഇന്റർവ്യൂവിന് മുമ്പ് കഥ വേറെ സ്റ്റൈലിലേക്ക് പോകും. വില്ലനാണോ നായകനാണോ ബിപിൻ ജോർജിന്റെ അതിനായിട്ട് വരുന്നു. ഞാൻ ഈ പടത്തിൻ്റെ പ്രൊജക്ട് ഡിസൈനറാണ്. ഞങ്ങളുടെ ഒരുപാട് കാലത്തെ അധ്വാനമാണ് ഈ സിനിമ. ഈ സിനിമയുടെ റെസ്പോൺസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അടുത്ത തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും ഈ സിനിമ കാണണം. അത്രമാത്രം ഈ സിനിമയ്ക്കകത്ത് ബിപിൻ ജോർജ് നമ്മൾ ആക്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ട് തന്നെ നിങ്ങൾ അതിനെ ആ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ നമ്മുടെ പറയണം. അടിപൊളി പടം. ബിപിൻ ചേട്ടൻ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ബിപിൻ ചേട്ടൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബിപിൻ ചേട്ടൻ. ബിപിൻ ചേട്ടൻ്റെ ചില സീനൊക്കെ ഭയങ്കര ഈ ഇൻ്റർവെല്ലിൻ്റെ സമയത്തുള്ള നല്ല കുറച്ച് സീനൊക്കെ ഉണ്ട്. ഒരു ഫൈറ്റ് സീൻ അടിപൊളിയാണ്. ഇവരുടെ സോങ്സ് അടിപൊളിയാണ്. നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ന്യൂ ജെൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പടമാണ്. മെറീൻ അടിപൊളിയായിട്ട് ചെയ്തു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം സാധാരണ സിനിമ കണ്ടിറങ്ങുന്നതിനേക്കാൾ സന്തോഷമുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തൊരു ചെറിയ റോളുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ. നല്ല എഡിറ്റിംഗ് ആണ്, നല്ല ക്യാമറ വർക്കാണ്. അഭിപ്രായങ്ങളുണ്ട്. അവിടെ പാട്ടുകാരുണ്ടോ? എൻ്റെ കൂടെ ഉണ്ട് പാട്ടുകാരുണ്ട്. അത് മ്യൂസിക് ഡയറക്ടർ, ഞാനും കൂടെ ഉണ്ട്. കുറെ മ്യൂസിക് ഡയറക്ടർമാരുണ്ട് എൻ്റെ കൂട്ടത്തല്ലേ. നമ്മളെ സ്കോറിലൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത ആൾക്കാരാ അതൊക്കെ. ഇതിന്റെ വോയിസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കേൾക്കാം. ഇത് റീ റെക്കോർഡിംഗ് ഫുള്ള് ഒരാളെ കൊണ്ട് ഞാൻ 20-30 ട്രാക്ക് കണ്ട പഠിച്ചേ. ഇയാളെ വോയിസ് പല രീതിയിൽ അതിലൊരു കോറസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം അസാധ്യ കഴിവാണ്. വോയിസ് ടെക്സ്റ്റർ അടിപൊളിയാണ് സാധനത്തിൻ്റെ. അപ്പോൾ അത് കാരണം എന്തായാലും നല്ല അഭിപ്രായം വരുന്നുണ്ട്. പ്രേക്ഷകരോട് കണ്ടിറങ്ങിയതിന് ശേഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതിനെ വലിയ സന്തോഷം. പിന്നെ ഒരു നല്ലൊരു ഇത് കിട്ടിയത് ഹാപ്പിയാണ്. അമ്മോ ഹാപ്പിയാണെന്നോ എനിക്ക് ഇടയ്ക്കെന്താ ഭയങ്കര പറയാൻ വാക്കുകളില്ല. പ്രേക്ഷകരോട് കൂടെ ഞങ്ങളിപ്പോൾ ഷൂട്ട് തുടങ്ങിയ മുതൽ ഇന്നലെ വരെ നമ്മൾ ഒറ്റക്കായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ മാത്രം നിറഞ്ഞു നിന്നിരുന്നൊരു കാര്യമാണ്. അതിൽ നിന്നും ഈ ഒരു ജനസാഗരത്തിൻ്റെ ഇടയിൽ വരുന്ന സമയത്തും അവരത് കണ്ടിട്ട് കിട്ടുന്ന ഒരു റിസൾട്ടും നമ്മളോട് എടുത്ത് പറയുമ്പോൾ അതിൽ ഒരു സിനിമ നന്നായി മോശമായി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന ഉപ്പുറം ഇതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ എടുത്ത് പറയണം. അത് കൂടുതലിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കളർഫുൾ ആയിട്ടുള്ള ആർട്ട് വർക്ക്, കോസ്റ്റ്യൂമിനെ എടുത്ത് പറയണം. മ്യൂസിക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. പാട്ടുകളുടെ ഒരു യാത്രയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമാക്സിലുള്ള ട്വിസ്റ്റും കാര്യങ്ങളും എല്ലാം കൂടി ചേരുമ്പോൾ മൊത്തത്തിലൊരു വല്ലാത്തൊരു കൂടലാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ എസ്പെഷ്യലി ക്യാമറ വർക്കിനെ കുറിച്ചൊക്കെ എടുത്ത് പറയുമ്പോൾ വളരെ സന്തോഷം. ഒരു തുടക്കക്കാരന് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണിത്. എല്ലാവരും ബിപിൻ ജോർജിന്റെ ഒരു വ്യത്യസ്തമായ പ്രകടനം, അതുപോലെ സിനിമാറ്റോഗ്രാഫി ഷെജീർ പപ്പന്റെ കാര്യങ്ങൾ കൂടുതൽ എല്ലാവരും എടുത്തു പറയുന്നത്. അത് കേട്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു?
ബിബിൻ ജോർജ് പറഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് പിന്നെ ആ മേഖലയിൽ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഓരോ വാക്കുകളും എനിക്കൊരു അവാർഡ് പോലെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ബിബിൻ ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ എനിക്ക് പേടിയുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബിബിൻ ചേട്ടനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് ഒത്തിരി വലിയ ടെക്നീഷ്യന്മാരെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സുജിത് വാസുദേവ് അല്ലെങ്കിൽ വലിയ ടെക്നീഷ്യന്മാരെ കൂടെ വർക്ക് ചെയ്ത ഒരു തുടക്കക്കാരൻ്റെ ഒരു എൻട്രിയിൽ നമ്മളെ കാരണത്താൽ അദ്ദേഹത്തിനൊരു മോശം വരരുത് എന്നുള്ളത് ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ലൈറ്റിങ്ങിലായിക്കോട്ടെ, അതിൻ്റെ ഫ്രെയിമിങ്ങിലായിക്കോട്ടെ, അതിൻ്റെ ഓരോ ടെക്നിക്കൽ വശങ്ങളും വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ റിസൾട്ട് ഇന്ന് ഇവിടെ ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഇതൊരു ചെറിയ പടമാണോ അല്ലെങ്കിൽ അങ്ങനെ നോക്കി നിൽക്കാതെ ഇതിൻ്റെ റിസൾട്ട് കാണണേ നിങ്ങൾ ഈ പടം കാണും. അപ്പോൾ പടം കണ്ടതിന് ശേഷം എല്ലാവരും മറ്റുള്ളൊരു 10 ആൾക്ക് ഇതിൻ്റെ ഷെയർ ചെയ്യുക, തിയേറ്ററിൽ പോയി കാണുക.